കൂട്ടുകാരെ, 2 ഏക്കർ കൃഷിഭൂമിയിലേക്ക് സ്വാഗതം. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ടേ. കേരളത്തിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരും കവികളും കേരളത്തെയും തെങ്ങിനെയും കുറിച്ച് ഒരുപാട് വർണ്ണിച്ചിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിൽ തെങ്ങുകൾ ഇല്ലാതായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2 ഏക്കർ കൃഷിഭൂമിയിൽ ആദ്യമായി തൈകൾ വെക്കാൻ ഉള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ജൂലൈ പകുതിയായിട്ടും ശരിയായിട്ട് മഴ പെയ്യുന്നില്ല. ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല വെയിലാണ്. ഒരു 3-4 ദിവസമായിട്ട് വെയിലാണ്. അതുകൊണ്ട് തൈകൾ നിർത്തി വെച്ചിരിക്കുന്നു. ഇതിൽ ഒരു 15ഓളം തെങ്ങുകൾ നന്നായിട്ട് കായ്ക്കുന്നത് ഇവിടെ കാണാനിടയായി. അപ്പോൾ ഇല്ലാത്തതിനെ തേടി പോകാതെ ഉള്ളതിനെ അന്വേഷിച്ച് അതിനെ ചെയ്യാമെന്നുള്ള ആദ്യത്തെ തീരുമാനം. ഈ തെങ്ങിന് 10-15 വർഷമായിട്ട് ഈ തെങ്ങിനൊന്നും ഒരു പണിയെടുത്തിട്ടില്ല. അതുകൊണ്ട് നന്നായി കിളച്ചൊരുക്കി തെങ്ങിന് തടം തുറക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് തെങ്ങിന് തടം തുറക്കുന്നത്. ഇത് താഴെ ഒരു കട്ടിങ് ചെരിവുള്ള സ്ഥലമാണേ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തടമൊക്കെ വളരെ കുറവായിരുന്നു. വളരെ കഷ്ടപ്പാടാണ്. ഈ ചെറ്റ പിടിച്ച് കിടക്കുക ഒന്നും ചെയ്യാത്തത് കൊണ്ട് നന്നായിട്ട് തെങ്ങിനോട് ചേർന്ന് ഈ പറ്റവേരുകൾ ഇതുപോലെ പൊട്ടിക്കണം. ഇങ്ങനെ പൊട്ടിച്ച് കിളച്ച് പറിച്ച് ആ പുതുവേരെങ്കിലേ വരുള്ളൂ. ഇങ്ങനെ തടമെടുത്തതിന് ശേഷം ഒരു 2 കിലോ കുമ്മായം വിതറുക. ഒരു 15 ദിവസത്തിന് ശേഷം രാസവളം പ്രയോഗിക്കുക. പിന്നെ ഇന്ന് ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ ചക്കയുള്ളത് കൊണ്ട് ആ ചക്കയൊക്കെ വെട്ടി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇടുന്നുണ്ട്. ചക്ക സ്ഥിരമായി കഴിക്കുന്ന കാലഘട്ടങ്ങളിൽ മലയാളികൾ നല്ലപോലെ തടി വെക്കാറുണ്ട്. എൻ്റെയൊക്കെ അനുഭവം അങ്ങനെയാണ്. അപ്പോൾ ഈ ചക്ക പാഴാക്കി കളയാതെ ഇത് സസ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു പുതിയ അറിവാണ്. തെങ്ങിനൊക്കെ ഇട്ടാൽ നന്നായിട്ട് കായ്ക്കുമെന്നാണ് പറയുന്നത്. മനുഷ്യന് കിട്ടുന്ന പോലെയുള്ള വിഭവങ്ങൾ തെങ്ങിന് കിട്ടും. അപ്പോൾ ഈ ചക്കയൊക്കെ ഞാൻ കുത്തിച്ചടിച്ച് തെങ്ങിന് കിളച്ച ഇതിൻ്റെ ചുവട്ടിൽ ഇടാൻ പോവുകയാണ്. തെങ്ങിന് തടം തുറന്നതിൻ്റെ ചുവട്ടിലേക്ക് ഇതിടാൻ വേണ്ടി നോക്കാം.